ഹായ് ഫ്രണ്ട്സ്, യാസികയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെയുള്ള ചെറിയ വാട്ടർ പ്ലാന്റ്സ് ആണ് എല്ലാതും. ഇത് നെയ്യാമ്പൽ എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ യെല്ലോ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ വെള്ളയും പിന്നെ യെല്ലോ ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും. ഇത് ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും ഭംഗി. നല്ല വലിയ വലിയ ഇലകളായിട്ട് നല്ല ഭംഗിയിൽ ഒരു കിളിപ്പച്ച പോലത്തെ ഒരു തരം ടൈപ്പിൽ ഇങ്ങനെ നിൽക്കും. ലൈറ്റ് കളറായിട്ടുള്ള ഇലയിട്ട് അതിലൊരു മഞ്ഞ പൂക്കളും ഉണ്ടാവും. ഇതിൻ്റെ പേര് ഫ്ലാവ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, വാട്ടർ പ്ലാന്റ് എന്നൊക്കെയാണ് പേര്. നല്ല യെല്ലോ ഫ്ലവേഴ്സാണ് അതിലുണ്ടാവുന്നത്. ഇത് വാട്ടർ മൊസൈക്കാണ്. നല്ല ഭംഗിയുള്ള ഇലകളായിട്ട് ഇങ്ങനെ അതിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക. നല്ല ഭംഗി അതിൻ്റെ ഇലകൾ കാണാൻ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. ഇതൊരു സാധാരണ മൺചട്ടിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് പവർ കിട്ടുന്നുണ്ട്. ഇത് ജാപ്പോണിക്ക എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ്. വാട്ടർ റോസ് എന്നൊക്കെ പറയും ഇതിന്. റോസ് പൂവിൻ്റെ പോലെ വെള്ള ചെറിയ പൂക്കളായിട്ട് ഉണ്ടാവുന്ന വാട്ടർ പ്ലാന്റ് ആണിത്. ഇത് എല്ലാ ആമ്പൽ നടന്ന അതുപോലെ തന്നെ നടേണ്ടത്. വാട്ടർ പ്ലാന്റൊക്കെ സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അതുപോലെ തന്നെ ഒരു ജാസ്മിൻ, ആരോ ഹെഡ് ജാസ്മിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇലകൾക്ക് ഈ ജാപ്പോണിക്കിൻ്റെ പോലെ തന്നെ ഇലകൾ ഉണ്ടാവുക. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. പരന്ന പൂക്കളായിട്ട് ഒരു ഇങ്ങനെ തണ്ട് പോയിട്ട് തണ്ടിൽ ഇങ്ങനെ ഫ്ലവർ വരികയാണ് ചെയ്യുക. ഓർക്കിഡിൻ്റെയൊക്കെ പോലെ അങ്ങനെ തന്നെയാണ് ജാപ്പോണിക്കും പിന്നെ ഇതും വരിക. ഇതിന് 2 ടൈപ്പ് കൂടി വേറെ ഉണ്ട്. മെക്സിക്കൻ സോഡെന്നും പിന്നെ വേറൊരു ഫ്ലവർ വെള്ള പൂ ഉണ്ടാവണം കൂടി ഉണ്ട് ഇവിടെ. അതിന് ഫ്ലവർ ഇപ്പോൾ ഇതിലില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് ടൈപ്പ് താമരയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. കുറേ ടൈപ്പ് ഉണ്ട്. താമര, ആമ്പൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇത് വാട്ടർ പോപ്പി എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ചെറിയ ലീഫൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിൻ്റെ. ഇത് ഒരു ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിങ്ങനെ നിറഞ്ഞ പോട്ട് മുഴുക്കനുണ്ടായി. അതിലൊക്കെ നല്ല മഞ്ഞ പൂക്കളും ഉണ്ടാവും. ഒരുപാട് തൈകൾ അധികമായാലും ചിലപ്പോൾ ഫ്ലവർ ഇടാറില്ല. കുറച്ചൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഇതുപോലെ നല്ല വലിയ 5 തലമായിട്ടുള്ള വലിയ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. നല്ല ഭംഗിയാണ് എല്ലാ വാട്ടർ പ്ലാന്റ്സും കാണാനൊക്കെ. പിന്നെ വാട്ടർ പ്ലാന്റ് വളർത്തുമ്പോൾ ഒച്ചിൻ്റെ ശല്യമാണ് ഉണ്ടാവുക. അത് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒച്ചിനൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് മാറ്റുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ കാബേജിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വന്ന് ഒച്ച് പറ്റി പിടിക്കുമ്പോൾ എടുത്ത് മാറ്റി കളഞ്ഞാലും മതി. അങ്ങനെയൊക്കെയാണ് വാട്ടർ പ്ലാന്റ് നോക്കേണ്ടത്. ഇത് ഫ്ലോട്ടിങ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഇലകളായിട്ട് ചെറിയ പൂക്കളാണ് ഉണ്ടാവുക. ഒരുപാട് പൂക്കൾ ഉണ്ടാവും. പക്ഷേ ഇത് നെയ്യാമ്പലിൻ്റെ പോലെ തന്നെയാണ് പൂവെന്നാൽ, പക്ഷേ അതുപോലുള്ള ഇതളുകളല്ല, അതിന് ലീഫല്ല ഉണ്ടാവുക. അതിൻ്റെ യെല്ലോ ആണിത്. നല്ല പച്ച ഇലയിൽ യെല്ലോ ഫ്ലവർ, നല്ല ഭംഗിയാണ് കാണാൻ. രണ്ടും കോമ്പിനേഷൻ, അതിൻ്റെ പച്ചയിൽ മഞ്ഞ പൂക്കൾ കാണാൻ തന്നെ ഭംഗിയാണ്. ഇതും നെയ്യാമ്പലിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പൂക്കൾക്ക് വ്യത്യാസമുണ്ട്. മഞ്ഞ നെയ്യാമ്പലിൻ്റെ ഇലകൾക്ക് കുറച്ച് ഡാർക്ക് ലീഫൊക്കെ ആയിരിക്കും. ഇത് അങ്ങനെ ഇത് നല്ല പച്ച കളറാണ്. അങ്ങനെ ഇത് ഇവിടുത്തെ ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഡോർഫ് പേപ്പറസ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഫ്ലവർ ഇങ്ങനെ മേലെ നിൽക്കണ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടാവും. അത് നിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാവും. ഒരു കൂട്ടം ചെടിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതൊരു വാട്ടർ പ്ലാന്റ്സ് തന്നെയാണ്. ഇതൊക്കെ സാധാരണ ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടു കൊടുത്തിരിക്കുന്നത്. ഇത് റെഡ് റൂട്ടഡ് ഫ്ലോട്ടിങ് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. നല്ല ഇതിൻ്റെ റൂട്ടഡൊക്കെ റെഡ് കളറാണ് ഉണ്ടാവുക. ഒരു ചെറിയ ഫ്ലവർ ഉണ്ടാവും. ഫ്ലവറിനല്ല ഭംഗി ഇതിൻ്റെ ഈ ഇലകൾക്ക് തന്നെയാണ് ഭംഗി. ഇതൊക്കെ ഇങ്ങനെ ഗപ്പിയൊക്കെയുള്ള ഇതിലൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത്. ഒരു പായൽ പോലെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല റെഡ് കളറൊക്കെ ആവുന്നുണ്ട് വെയിൽ വരുമ്പോൾ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഈ വെയിൽ നല്ല വെയിലൊക്കെ നല്ല അധികം വരുമ്പോഴാണ് റെഡ് കളറിലേക്ക് മാറുക. അല്ലെങ്കിൽ അത് പച്ച കളറായിട്ട് തന്നെ കിടക്കും. ചെറിയ വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പോട്ട് മുഴുക്ക ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. അതാണ് ഈ പ്ലാന്റ്. ഇങ്ങനെ ഗപ്പിയിലും അങ്ങനത്തെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഇവിടുത്തെ വാട്ടർ പ്ലാന്റ് ആണ്, പുതിയതായിട്ട് കിട്ടിയതാണ്. ഇത് കുളവാഴ എന്നൊക്കെ പറയണ ഈ കുളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതാണിത്.
ഇതിൻ്റെ ഒരു തൈ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടില്ല, വെറുതെ വെള്ളത്തിലിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഫ്ലവർ വന്നാണിത്. നല്ല ഭംഗിയുള്ളൊരു പൂവനെയാണിത്. ഇത് ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു പോട്ടിൽ വെച്ചാൽ മതി. ഇത് വേറെ താമരയാണ്, കർണ പറഞ്ഞ താമരയാണ്. ഇതൊക്കെ ഇവിടുത്തെ വാട്ടർ പ്ലാന്റ്സ് കൂട്ടത്തിൽ കാണിച്ചതാണ്. ഇതൊക്കെ എല്ലാ ഫ്ലവറും എപ്പോഴും ഉണ്ടാവണ പൂക്കളാണ് ഇതിലുള്ളതൊക്കെ. ഒക്കെ ട്രോപ്പിക്കലായിട്ടുള്ളതാണ്. ഈ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ നന്നായി ഫ്ലവർ വരും. ഇതൊരു ഡോറിസ് ഹോൾട്ട് പറഞ്ഞ ഒരു ആമ്പലാണ്. ഇതും കൂടി അതിൻ്റെ കൂടെ കാണിച്ചാണ്. ഇത്രയും വാട്ടർ പ്ലാന്റ്സാണ് ഉള്ളത്. ആമ്പലും താമരയൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.